Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എക്സാം ആണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെ ആയിരിക്കും ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നേരെ ഡിസ്കഷനിലോട്ട് കിടക്കാം. പാർട്ട് ബിയിൽ നമുക്ക് 10 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളിലോട്ടാണ് പോകുന്നത്. നമ്പർ 1 എന്നാ പിടിച്ചോ, ബിസിനസ് പോളിസിയുടെ എസെൻഷ്യൽസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ബിസിനസ് പോളിസി നോക്കിക്കോളോ. 5 മാർക്സിൻ്റെ ആദ്യത്തെ സജഷൻ. നമ്പർ 2 രണ്ടാമത്, ടാസ്ക്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ളത് രണ്ടാമത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്. മൂവിങ് ടു നമ്പർ 3, നമുക്ക് മിഷൻ ഉണ്ട്, വിഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്രാവശ്യം കൂടുതൽ പ്രതീക്ഷിക്കുന്നത് മിഷൻ സ്റ്റേറ്റ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നിർബന്ധമായും നോക്കുക. വിഷനും നോക്കി വയ്ക്കാം, അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്, അത് നോക്കി വയ്ക്കാം. അപ്പോൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് മിഷൻ ആണെന്ന് മാത്രം. നെക്സ്റ്റ്, ഗോൾസ് ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ഡിഫറൻസ് നിർബന്ധമായും നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. മറ്റൊരു ക്വസ്റ്റ്യൻ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രാറ്റജിക് ചോയ്സിൻ്റെ കൺസെപ്റ്റ്. സ്ട്രാറ്റജിക് ചോയ്സ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ. അതിൻ്റെ പ്രോസസ്സ്. ദെൻ നെക്സ്റ്റ്, ഡെമോഗ്രാഫിക് എലമെൻറ്റ്സ് എന്താണ്. ഡെമോഗ്രാഫിക് എലമെൻറ്റ്സിനെ പറ്റിയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ചോദ്യമാണ് ETOP എന്താണ്. അതുപോലെ തന്നെ സോട്ട് അനാലിസിസ്, SWOT, പിന്നെ ടോ മെട്രിക്സ്. ഈ 3 ഏതെങ്കിലും ഒരെണ്ണം. ടോ മെട്രിക്സ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് സോട്ടാണ്. ഞാൻ സോട്ടോ ETOPയോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ദ നെക്സ്റ്റ്, ഓർഗനൈസേഷണൽ റിസോഴ്സസ് എന്താണ്, അതിൻ്റെ നേച്ചർ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്. 5 മാർക്കോ ചിലപ്പോൾ SAക്കോ വരാം. അതിൻ്റെ ടൈപ്സും നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പലതരത്തിലുള്ള സ്ട്രാറ്റജീസിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. അതിലിപ്പോൾ ഗ്രോത്ത് സ്ട്രാറ്റജി ഉണ്ട് ഒരെണ്ണം. കോമ്പിനേഷൻ സ്ട്രാറ്റജി ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രോത്ത് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. കോമ്പിനേഷനും നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ സ്ട്രാറ്റജിയിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, സ്ട്രാറ്റജിക് അലയൻസിനെ പറ്റിയിട്ട്. അലയൻസ് എന്താണ്. ദെൻ അതുപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ടൈപ്സ് ഓഫ് കോപ്പറേഷൻ, അതിൽ മെർജേഴ്സ്, അക്വിസിഷൻ ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം, മെർജേഴ്സ് ഉണ്ട്, അക്വിസിഷൻ ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ടൈപ്സ് ഓഫ് കോപ്പറേഷൻ എന്നാണ് ടോപ്പിക്ക്. മെർജേഴ്സിൻ്റെയും അക്വിസിഷൻ്റെയും കാര്യങ്ങളിൽ
അപ്പോൾ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ദെൻ ഇനി ഉള്ള മറ്റൊരു സജഷനാണ് ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റ്. ഇൻ്റഗ്രേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. പ്രോസസ്സോ, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഇൻ്റഗ്രേഷനെ പറ്റിയുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി മെയിനായിട്ട് ഒരു സജഷൻ കൂടിയാണ്, ഒരു രണ്ട് സജഷൻ കൂടി നൽകാം. പലതരത്തിലുള്ള ഇപ്പോൾ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി, അതുപോലെ തന്നെ റെഡ് ഓഷൻ, പേർപ്പിൾ ഓഷൻ, 2-3 ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. ഞാൻ ഇപ്രാവശ്യം കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ബ്ലൂ ഓഷനാണ്. ബ്ലൂ ഓഷൻ ചിലപ്പോൾ അതിൻ്റെ ഡിഫറൻസുകൾ വരാം. പിന്നെ പേർപ്പിൾ ഉണ്ട്, പേർപ്പിൾ ഓഷൻ ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ ഡിഫറൻസും ആവാൻ ചോദിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഒരു സജഷനും കൂടി നൽകാണ്. സ്ട്രാറ്റജിക് ഇവാലുവേഷൻ എന്താണ്? സ്ട്രാറ്റജിക് ഇവാലുവേഷൻ എന്താണ്, അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്സിൻ്റെ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങളാണ് വരുന്നത്, അതിൽ 6 ആൻസർ ചെയ്താൽ മതി. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ചോദ്യങ്ങൾ ഒരു 6 എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ബിസിനസ് പോളിസി. നമ്പർ 2 ടാസ്ക്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ദെൻ മിഷൻ ഉണ്ട്, വിഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. മിഷനാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യത്തിൽ ഗോൾസും ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള ഡിഫറൻസ്, സ്ട്രാറ്റജിക് ചോയ്സിന്റെ കൺസെപ്റ്റ്, അതിന്റെ പ്രോസസ്സ്, ഡെമോഗ്രാഫിക് എലമെന്റ്സ് എന്താണ്, മറ്റൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നു. ദെൻ ETOP, സോട്ട് അനാലിസിസ്, ടോമെട്രിക്സ്, ഇതിൽ 3 ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നേച്ചർ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്, ഓർഗനൈസേഷണൽ റിസോഴ്സസിന്റെ കൺസെപ്റ്റ്, നേച്ചർ, ടൈപ്സ്. ദെൻ പലതരത്തിലുള്ള സ്ട്രാറ്റജിയിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നു. ഗ്രോത്ത് സ്ട്രാറ്റജിയോ കോമ്പിനേഷൻ സ്ട്രാറ്റജിയോ ആണ് ഞാൻ ഇപ്രാവശ്യം കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്ട്രാറ്റജിക് അലയൻസിന്റെ കൺസെപ്റ്റ്, ജോയിന്റ് വെഞ്ചർ, പിന്നെ ടൈപ്സ് ഓഫ് കോപ്പറേഷൻ, അതിൽ വരുന്നതാണ് മെർജേഴ്സ്, അക്വിസിഷൻ, അതിനെ പറ്റിയിട്ടും ചോദിക്കാം. പിന്നെ ഇൻ്റഗ്രേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, പിന്നെ ബ്ലൂ ഓഷൻ ഉണ്ട്, പർപ്പിൾ ഓഷൻ ഉണ്ട്, റെഡ് ഓഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരാറുണ്ട്. ബ്ലൂ ഓഷനാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. പർപ്പിൾ നോക്കാം, അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസെപ്റ്റും അറിഞ്ഞു വെക്കുക. ദെൻ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ എന്താണ്, അതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ ഒരു ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ 5 മാർക്സിൻ്റെയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഒരു 6 എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. ആദ്യം പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ സജഷൻസും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.